എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ കേരള ശിലമ്പൻ ദിലീപ് കുമാർ കാസർഗോഡ്. അപ്പോൾ ഞാൻ പഴയതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തതിന് കാരണമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൂടെ തന്നെ ഇനിയും ചെയ്യുന്നുള്ളൂ. അത് കുറച്ച് മിസ്റ്റേക്ക് വന്നു എൻ്റെ ഭാഗത്ത്. അപ്പം യൂട്യൂബ് കമ്പനിക്കാരോടും മൈ മിസ്റ്റേക്ക് വിത്ത് എക്സ്ക്യൂസ് മീ, എൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റ് പറ്റിപ്പോൾ അതുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയത്. അപ്പോൾ ശിലമ്പത്തിൻ്റെ ഫസ്റ്റിലോട്ട് കാണിക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കാണിച്ചു തരാം. അപ്പം ഫസ്റ്റിൽ തന്നെ വടി കുമ്പിട്ടെടുക്കാം. മേൽഭാരം, കീഴ്ഭാരം, തലവെട്ട്, തലവിറ്റ്, ഇരട്ട ദിവാകൾ, പകൽ നിൽഭാരം, കൈമാറ്റി ബഗൽ, മുൻചുറ്റ്, പിൻചുറ്റ്, മുൻമടക്ക്, സൈഡ് ചുറ്റ്, തലഭാരച്ചുറ്റ്, പടവീശ്. പിന്നെ ഇരുന്നുകൊണ്ട് മുട്ടുകാല ഇരുന്നുകൊണ്ട് ഇടവും വലവും, പിന്നെ 4 സൈഡും ചുറ്റ്. അങ്ങനെ 15, മൊത്തം ടോട്ടൽ 15 നമ്പരും അതിൻ്റെ സ്റ്റെപ്പും അതിൻ്റെ പെരുക്കമാണ് പഠിക്കേണ്ടത്. അപ്പം വടി ഫസ്റ്റിലെ കുമ്പിട്ടെടുക്കണം. ഓം നമശിവായ എന്ന് വടിയുടെ അറ്റത്ത് നമ്മൾ എഴുതണം. അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ഓരോരുത്തർ ദൈവത്തെ അവരെ വിശ്വാസം അനുസരിച്ച് അവർക്കത് ചെയ്യാവുന്നതാണ്. വടി കുമ്പിട്ടെടുക്കുമ്പം ഭൂമി തൊട്ട് തൊഴുത് നമസ്കരിച്ചിട്ട് വേണം വടി എടുക്കാൻ. ഫസ്റ്റിൽ ഓം നമശിവായ. ഓം എന്ന് പറഞ്ഞാൽ ആത്മാവ്, നാ എന്ന് പറഞ്ഞാൽ ഭൂമി, മാ എന്ന് പറഞ്ഞാൽ വെള്ളം, ശീ എന്ന് പറഞ്ഞാൽ തീ, വായു, യാ ആകാശം, വാ എന്ന് പറഞ്ഞാൽ വായു, യാ എന്ന് പറഞ്ഞാൽ ആകാശം. ഓം നമശിവായ. അപ്പോൾ അത് കുമ്പിട്ടെടുക്കണം. ഓം നമശിവായ. ഓം എന്ന് പറഞ്ഞാൽ ആത്മാവ്, നാ എന്ന് പറഞ്ഞാൽ ഭൂമി, മാ എന്ന് പറഞ്ഞാൽ വെള്ളം, ശീ എന്ന് പറഞ്ഞാൽ തീ, വാ എന്ന് പറഞ്ഞാൽ വായു, യാ എന്ന് പറഞ്ഞാൽ ആകാശം. അത് ഈ വടിയുടെ തുമ്പത്ത് നമ്മൾ എഴുതിയിട്ട് കുമ്പിട്ടെടുക്കണം. അപ്പോൾ ഫസ്റ്റിലത്തെ മേൽഭാരം കാണിക്കുകയാണ്. അത് പതുക്കെ അര സ്റ്റെപ്പിലാണ് കാണിക്കുന്നത് മേൽഭാരം. പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റിലെ മേൽഭാരം, കീഴ്ഭാരം, തലവെട്ടും തലവിറ്റും എല്ലാം അര സ്റ്റെപ്പിനാണ്. പിന്നെ അതിൻ്റെ പെരുക്കം വരുമ്പോഴാണ് ഒരു സ്റ്റെപ്പും മറിഞ്ഞൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റിലത് ഞാൻ കാണിക്കാം. ഒത്തിരി നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, അത് ഞാൻ അങ്ങനെ പറയുന്നില്ല. അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ വടി പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ കൈ ഒരു 5 പ്രാവശ്യം ഇങ്ങോട്ട്, 5 പ്രാവശ്യം ഇങ്ങോട്ട്, പിന്നെ കുറേ ആകുമ്പോൾ ഒരു 10 പിന്നെ ഒരു 10 പിന്നെ ഇതുണ്ട്. അത് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ സ്റ്റെപ്പിൻ്റെ ഞാൻ കാണിക്കാം. വടി ആദ്യമേ കുമ്പിട്ടെടുത്തിട്ട് ഞാൻ കാണിക്കാം. ഫസ്റ്റിലെ വടി കുമ്പിട്ട് എടുത്ത് അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്തോ. ഓം നമശിവായെന്ന് ഇതിൻ്റെ തുമ്പത്ത് എഴുതിയിട്ട് ഏത് ദൈവത്തിന് ഇതാക്കുന്ന അതുപോലെ ചെയ്തോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന മേൽഭാരമാണ് ഫസ്റ്റിലെ കാണിക്കുന്നത്. അപ്പോൾ ഇത് മേൽഭാരം എന്ന് പറയുമ്പം നമ്മുടെ മെയ്യോട് ശരീരത്തിനോട് ഒട്ടി വേണം. വടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒട്ടി തന്നെ വടി വരണം. പിന്നെ കനമുള്ള വടി കൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. ആദ്യമേ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കനമുള്ള വടിയും കൊണ്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പം മേൽഭാരം കാണിച്ച്. അപ്പോൾ ഓരോന്നും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതിന് നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാവർക്കും നല്ല വേട്ടെ. ഇത്രയും പഠിക്കേ. അടുത്ത ക്ലാസ് ഉടനെ ഉണ്ട്.